എനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായല്ലേ പറഞ്ഞു പറ്റിച്ചിട്ട്, കുറെ നാളായി വീഡിയോ ചെയ്യാതിരുന്നത്. അതിന് തക്കതായ കാരണമുണ്ട്. ഒന്നാമത് ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കായിപ്പോയി. അതായത് നമ്മളിപ്പം നമ്മുടെ വണ്ടികൾ മാത്രം പണിതിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏകദേശം ആഴ്ചയിൽ തന്നെ ഏകദേശം 80,000 രൂപയോളം സാലറി തന്നെയുണ്ട്. അന്നേരം വണ്ടി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പണികൾ തീർത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവലർ നമ്മൾ ഇത്രയും, അതായത് പ്ലാറ്റ്ഫോം ഫുൾ പോയി. എന്നാലും നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നതിനും ഒരു കാര്യം ഉണ്ടാകണം. കാര്യം നമ്മൾ ഒരുപാട് വ്യൂസ് കൂട്ടിയ വണ്ടി നമുക്ക് ട്രാവലറിനെ ഒട്ടും ഒഴിവാക്കാനും പറ്റൂല. കാര്യം ഒരുപാട് വ്യൂസ് ഉണ്ടായ വണ്ടിയാണ്. നമ്മുടെ ചാനലിന് വളർച്ചയെല്ലാം വന്നത് തന്നെ ആ വണ്ടിയാണ്. പക്ഷെ അത് പണിയാതിരിക്കാനും പറ്റൂല. പക്ഷെ ഈ വർക്കിംഗ് തിരക്ക് മൂലം പിന്നെ ഇടയ്ക്ക് ഡൽഹിയിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ഭയങ്കര ബിസി ആയിപ്പോയി. പക്ഷെ വേറെ പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. നമ്മുടെ ഈ ട്രാവലറിന് ഫൈൻ തന്നെ ഏകദേശം 65,000 തൊട്ട് 70,000 രൂപ വരെ ഫൈനുണ്ട്. അന്നേരം അതിൻ്റെ നിയമോപദേശമൊക്കെ നേടി ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാം. റോഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു വണ്ടിയും ഒരു മോഡിഫിക്കേഷൻ കൊണ്ടോ റോഡിലോ കാര്യങ്ങളോ ഇറങ്ങാൻ പറ്റൂല. എന്താണ് കാര്യം, എന്തൊക്കെ കുറ്റങ്ങളാണ് ഉള്ളതെന്ന് RTO കൃത്യതയോടെ നോക്കി നിൽക്കുവാണ്. റോഡിൽ കൂടി സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാനേ പറ്റത്തില്ല. ആ രീതിയിലാണ് ഉള്ളത്. എന്നാലും നമ്മൾ ഇത്രയും പൈസ മുടക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാകണം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി ഒന്നാമത് ഉദ്ദേശിച്ചിരിക്കുന്നത് റോഡിൽ കൂടി ഓടിക്കാനല്ല, ഒരു ഡെമോ പോലെ, അതായത് ഒരു പ്രത്യേക രീതിയിൽ എൻ്റെ മനസ്സിലിണങ്ങിയ ഒരു രീതിയിൽ ഈ വണ്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി കാര്യം ഇത്രയും വലിയ ഫൈനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് കാര്യങ്ങൾ ആദ്യം മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ കുറേ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് തൽക്കാലം വർക്ക് നമ്മളിങ്ങനെ സ്റ്റോപ്പായിട്ട് വെച്ചേക്കുവാണ്. ബാക്കി എല്ലാം ഓക്കെയാണ്. വർക്ക് കാര്യങ്ങൾ പണിയാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയതാണ്. പക്ഷെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ താമസിച്ചത്. അതുകൊണ്ടുമാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ താമസിച്ചത്. എന്നാലും നമ്മൾ ഈ വീഡിയോ ഉറപ്പായിട്ട് നമ്മൾ ആ വണ്ടി SS800 ഉൾപ്പെടുത്തി വണ്ടിയുടെ വീഡിയോ വന്നിരിക്കും. ആ വാക്ക് ഞാൻ തരും. കാര്യം നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ല. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിലുമായിട്ട് പറയുന്നില്ല. പക്ഷെ വണ്ടി നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, വ്യൂസ് ഒന്നും വേണ്ട, ഉള്ള വ്യൂസൊക്കെ വെച്ചിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയും ഇതുപോലെ മടുപ്പൊന്നും തോന്നാതെ പരമാവധി വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറമാൻ ഒരാളാണ്. ക്യാമറമാൻ്റെ സൗകര്യം നോക്കണം, അതുപോലെ നമ്മുടെ സ്റ്റാഫിൻ്റെ സൗകര്യം നോക്കണം. എല്ലാം നോക്കിയാൽ മാത്രമേ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് സൗകര്യം ഉണ്ടാവുമ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടാവില്ല, നമുക്ക് സൗകര്യം ഉള്ളപ്പോൾ ക്യാമറമാന് സൗകര്യം ഉണ്ടാവില്ല. മൊത്തം പ്രശ്നങ്ങളാണ്. അവസ്ഥ മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ആരും തെറി പറയല്ലേ. കാര്യം കമന്റ് രൂപത്തിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്യാൻ ഉഴപ്പാണെന്ന് പറഞ്ഞ് കമന്റ് ഉണ്ട്. അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. കാര്യം ഇതുകൊണ്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇറക്കും. നമുക്ക് വാശി വന്ന വാശിയാണ്, അടിപൊളിയായിട്ട് തന്നെ ഇറക്കും. പക്ഷെ അതിനൊരു ലിമിറ്റ്, ഒരു പരിധിയുണ്ട്. കാര്യം പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളത് ഒരു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി കറക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നമ്മൾ ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ മോഡിഫിക്കേഷനൊക്കെ അത്യാവശ്യം ചെയ്യുന്നതുകൊണ്ട് നോട്ടപ്പുള്ളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി തപ്പി പലവട്ടം വരുന്നൊക്കെ ഉണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഓവർ ഗവൺമെന്റിന് എതിരെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ട്രാവലർ കാണാം. ട്രാവലർ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ അതേപോലെ കിടപ്പുണ്ട്. നമുക്ക് ആ പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ കുറച്ച് ഡിലേ ആക്കി എന്നൊക്കെ പറയാൻ മനസ്സിലാകും. SS800 നല്ല നീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് ട്രാവലർ നമ്മുടെ
കാണാം. എന്നാലും നമുക്ക് ഇനിയും അതായത് പല പല പുതിയ വണ്ടികളും എല്ലാ വണ്ടികളെ പറ്റി ഒരു അത്യാവശ്യം നല്ലൊരു സാധാരണക്കാർക്ക് പറ്റിയൊരു റിവ്യൂ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കുറച്ചാൽ ഏതായാലും നേരം ആരും കണ്ടില്ല കേട്ടില്ല ചാനൽ പൊട്ടിപ്പോവും എന്നുള്ളതൊന്നും വേണ്ട. നേരം ഇതാണ് നമ്മുടെ ട്രാവലർ. കണ്ടില്ലേ, ഏകദേശം ഫുള്ള് തുരുമ്പാണ്. ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഫുൾ തുരുമ്പാണ്. അന്നേ നമ്മൾ കണ്ടാണ്. ആകെ എഞ്ചിന് മാത്രമേ ജീവനുള്ളൂ. പിന്നെ എഞ്ചിന് മാത്രമേ ജീവനുള്ളൂ. ഇപ്പം നമ്മൾ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നമ്മളെല്ലാ സാധനവും ഇറക്കി വെക്കുവാണ്. ഇതാണ് ഉള്ളിലെ അവസ്ഥ. ഓക്കെ, അന്നേരം ബോഡി മോള് വശമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോള് ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര തുരുമ്പാണ്. അന്നേരം ബുദ്ധിപൂർവ്വം നമ്മൾ നോക്കുമ്പോൾ നമുക്കിതൊരു പിക്കപ്പ് പോലെ ഒരു ട്രക്ക് മോഡലാക്കി എടുക്കണം വണ്ടി. അതാണ് ഒരു എളുപ്പമുള്ള വഴിയും പൈസ ചെലവ് കുറഞ്ഞ വഴിയും എല്ലാം കൊണ്ടും നല്ലത്. എന്തു പറയുന്ന അഭിപ്രായം? അതോ ഈ രൂപത്തിലാക്കണമെങ്കിൽ ഇതിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അത്യാവശ്യം നല്ല എമൗണ്ട് മുടക്കിയാൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ലേശം ഉഴപ്പ് പിടിച്ചത്. അവസ്ഥ ഇതാണുള്ളത്. നമ്മൾ മഴ നനയാതെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതെല്ലാ സാധനങ്ങളും ഇറക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സിറ്റുവേഷൻ എങ്ങനെ എത്രത്തോളം പ്ലാറ്റ്ഫോമൊക്കെ പോയെന്നൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എന്നാലും നമ്മൾ ഇപ്പം ഈ ട്രാവലറിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ആണെന്ന് നമുക്കെല്ലാം ഒന്ന് അഴിച്ചു വെച്ചിട്ട് നോക്കാം. സീറ്റെല്ലാം ആയിട്ട് ഫുൾ അലങ്കോലമാണ്. എല്ലാം ഗേറ്റ് വെച്ച് ഏതായാലും നമ്മൾ പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം ഉരുക്കുമെന്ന രീതിയിൽ നമുക്ക് പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം നോക്കാം. എന്നാലും തന്നെ അവസ്ഥ മനസ്സിലാകും നമ്മൾ ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചത്. അത് തന്നെയല്ല, നിങ്ങൾ കമന്റ് രൂപത്തിൽ പറ ഏതാണ് നല്ലത്. ഒരുപാട് പേര് നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ട്രാവലർ എന്തായി ട്രാവലർ കൊണ്ട് വേറൊരു വീഡിയോ ചെയ്യാനും പറ്റാത്ത അവസ്ഥയായി. ആകെപ്പെട്ടു എലിപ്പെട്ടി കുടുങ്ങിയ പോലെയായി. അന്നേരം നിങ്ങൾ നോക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ. അന്നേരം ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, അതായത് ഒരു ട്രക്ക് രൂപത്തിലാണ് ഇതാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാകുമ്പം കുറേ പൈസ ചിലവ് ചുരുക്കമുണ്ട്, കാണാൻ കിടുവായിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കും. അന്നേരം എന്താണ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് അറിയിക്കുക. കാര്യം ട്രക്ക് രൂപത്തിലാകുമ്പോൾ പല പല ലാഭങ്ങളുണ്ട്, പണിയിലും ലാഭമുണ്ട്, പെട്ടെന്ന് പണി ഫിനിഷാക്കാനും പറ്റും. ഓവർ എക്സ്പെൻസ് വരിക, അതായത് 4 ടയർ അലോയി, അതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു സെറ്റപ്പിലോട്ട് ഇത് വണ്ടി വരുത്തണം, വേറെ ലെവലിൽ വരുത്തണം. അന്നേരം ബാക്കി കാര്യങ്ങളും റെഡി ആക്കിയിട്ട് വേണം. അങ്ങനെയാണ് ആദ്യം തൊട്ടേ ഉണ്ടായ ആഗ്രഹം. പക്ഷെ പ്ലാറ്റ്ഫോം കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. കാര്യം പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം പണിത് കൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. നിങ്ങൾ കമന്റ് രൂപത്തിൽ നിങ്ങളുടെ കാര്യങ്ങളും കൂടി എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ഒന്ന് ഇത് പറയാം. നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു അടിപൊളി സെറ്റപ്പായിട്ട് നമുക്ക് വണ്ടി ഇറക്കണം. ഓക്കെ, അന്നേരം നമുക്ക് ഉള്ളുവശം നോക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മേസ്ത്രി, ഇതാണ് നമ്മുടെ ട്രാവലർ പണിയാനുള്ള മേസ്ത്രി. उसको बांधा है पूरा सामान निकालेगा, पूरा निकालेगा, प्लाटफॉर्म चेक करेगा, दूसरा नहीं. ഇരുമ്പെല്ലാം ഒരു സൈഡിലുള്ള പുറകിലോട്ട് വലിയ ദൂരമില്ലല്ലോടാ, പുറകിലോട്ട് വലിയ ദൂരമില്ലല്ലേ.
അന്നേരം നമ്മൾ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. അതായത് നമ്മളെ ട്രക്ക് ടൈപ്പ് ആക്കാൻ ഉദ്ദേശിച്ചത് കാര്യം നമ്മൾ കണ്ടല്ലോ സാധനം ഇപ്പോഴാണ് ഇറക്കി വെച്ചത്. ട്രക്ക് ടൈപ്പ് ആക്കാന്ന് ഉദ്ദേശിച്ചത് പ്ലാറ്റ്ഫോമിന്റെ ഫ്രണ്ടിലെ അവസ്ഥ കണ്ടിട്ടാണ്. ഇപ്പൊ നമ്മള് ട്രക്കാണ് ഫ്രണ്ട് ഫുൾ ബെൽഡ് ചെയ്യണം. ഓൾറെഡി ഇവിടെ വരെ കംപ്ലീറ്റ് പോക്കാണ്, ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ. നിങ്ങളിപ്പം കണ്ടാ തിരിയും ഫുള്ള്. എനിക്കൊരു ഇവിടെ ഫുൾ പ്ലാറ്റ്ഫോം പോയിട്ടാണുള്ളത്. ഇത്തരം മാറ്റണം. അന്നേരം നമുക്ക് ട്രാവലറായിട്ട് തന്നെ ഇറക്കുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാര്യം അന്നേരം ഷേപ്പ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇതാക്കാം. കാര്യം വലിയൊരു പണി പ്രതീക്ഷിച്ച അത്രയും പണി. കാര്യം ഇതിന് പുറകോട്ട് വലിയ കുഴപ്പമില്ല, ഇങ്ങോട്ടാണ് ഫുൾ പ്രശ്നങ്ങൾ. അന്നേരം നമ്മൾ അതിൻ്റെ ടെസ്റ്റും കൂടി ചെയ്തു. വലിയൊരു വിഷയമില്ല. ബാക്കിയെല്ലാം നമുക്ക് പണിത് തന്നെ. എല്ലാവരും അന്നേരം ഈ വണ്ടിയുടെ വീഡിയോയ്ക്ക് കാത്തു നിൽക്കണം. കാര്യം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. പണി അന്നേരം നമ്മൾ സ്റ്റാർട്ടാക്കുവാണ്. ഈ 2-3 പ്രശ്നങ്ങളും കൂടി സോൾവ് ആക്കിയ ശേഷം, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പേപ്പറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും സോൾവ് ആക്കിയ ശേഷം, നമ്മളിപ്പം വേറൊരാളോട് എടുത്താണ്, നമുക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. അന്നേരം അവർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്കിത് ഇറക്കണം. അന്നേരം ഈ പൈസ മുടക്കുന്നതിന് കാര്യം ഉണ്ടാകണം. അന്നേരം ആ രീതിയൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ഉടനെ പരിപാടി തുടങ്ങുന്നതാണ്. ഏതായാലും പണിക്കാരനടക്കം മൊത്തം സെറ്റായിട്ട് നിൽക്കുന്നതാണ്. അന്നേരം കമൻറ്റ് രൂപത്തിൽ പറയാം. ഞാൻ ഉദ്ദേശിച്ച പോലെ ഇപ്പം ഒരു ട്രാക്ക് ടൈപ്പ് ആക്കണോ, അതോ ഈ ട്രാവലറിൻ്റെ ഷേപ്പിൽ തന്നെ പുതിയൊരു മോഡലാക്കണോ, അതോ ഈ ഷേപ്പിൽ തന്നെ ആക്കണോ എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഓക്കെ. അന്നേരം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇല്ലെങ്കിൽ അടിപൊളി വേറെ വീഡിയോ ആയിരിക്കും. ഇനി എല്ലാ ആഴ്ച തന്നെ വീഡിയോ ഉണ്ടായിരിക്കും. ആരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അന്നേരം എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ.